സവാദുൽ ഐനൈൻ ഫി മനാഖിബിൽ ഗൗസ് അബിൽ അലമൈൻ എന്ന് പറഞ്ഞ കിതാബ്. അത് റാഫി ഇമാമിന്റെ കിതാബ് തന്നെയാണ്. ആണ് എന്ന് റാഫി ഇമാമിന്റെ തൊട്ടടുത്ത കാലത്ത് വന്ന ആളുകൾ, അക്കാലത്ത് വന്ന ആളുകളൊക്കെ കിതാബ് ഒന്ന് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഇമാം റാഫി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിന് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത് റാഫി ഇമാം ഉണ്ടാക്കിയ കിതാബ് തന്നെയാണ്. അവർക്ക് അബുൽ അലമൈൻ എന്ന് പറയാൻ എന്താ കാരണം? കാരണം പലതാവാ. ആ പേര് കൊടുത്ത് വലിയൊരു മഹാന് ആ പേര് കൊടുത്തു, അബുൽ അലമൈൻ എന്നുള്ള പേര് കൊടുത്തു, സ്ഥാനപ്പേര്. അത് റാഫി ഇമാം ഈ കിതാബിനൊരു കാരണം പറയുന്നുണ്ട്. റിഫായി ശൈഖിന് അബുൽ അലമൈൻ എന്ന് പറയാൻ കാരണം അലം എന്ന് പറഞ്ഞാല് പതാക എന്നർത്ഥം. അപ്പൊ രണ്ട് പതാക വാഹകൻ. എന്താ രണ്ട് പതാക? ഗൗസിയത്തുൽ ഉൽമ എന്ന് പറഞ്ഞ സ്ഥാനം, ഗൗസുൽ ആലം എന്ന് പറഞ്ഞ സ്ഥാനം റിഫായി ശൈഖിന് ആദ്യം കൊടുക്കാൻ അല്ലാഹു തആല നിങ്ങൾ ഗൗസാവണമെന്ന് റിഫായി ശൈഖിനോട് വിളിച്ചോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന വരിക. കുൻ ഗൗസൻ ആലം. അപ്പൊ അള്ളാഹ് വിളിച്ചത് അത് നിങ്ങൾ ഗൗസാവണമെന്ന് കൽപ്പിച്ചു. അല്ലാഹു തആല ഗൗസുൽ ആലമാണ്, വലിയ സ്ഥാനമാണ്. അത് റബ്ബുൽ ആലമീനിന്റെ സ്വഭാവമാണ്. ഗൗസുൽ ആലമിനുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയിൽ ആ റബ്ബുൽ ആലമീനിന്റെ സ്വഭാവം പഠിക്കണം. വലിയ അള്ളാഹിന്റെ എന്തെല്ലാം അസ്മാവുണ്ടോ അതിന്റെ ഒക്കെ സ്വഭാവങ്ങൾ തഹല്ലുക്കാവുകയും തഹഖുഖാവുകയും വേണം. എല്ലാം തഹഖുഖാവുമ്പോഴാണ് അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞ മഖാം ഉണ്ടാകുക. ആ മഖാമ് ഗൗസിനാണ് ഉണ്ടാകുക, ഖുതുബുൽ ആലം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടാകുക. റബ്ബുൽ ആലമീൻ അള്ളാഹിന്റെ ഒരു സ്വഭാവമാണ്, അത് ഗൗസിനുള്ള സ്വഭാവം. അപ്പൊ ഗൗസി ലോകത്തെ ആലമീനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോ പേടിച്ചല്ല. അള്ളാഹിന്റെ സ്വഭാവം വലിയ ഉൾക്കൊണ്ടതാ. അനക്ക് കിട്ടൂലേ, അതുകൊണ്ട് ഇജ്ജ് പേടിച്ചല്ല. അനക്കൊരിക്കലും കിട്ടൂലേ, അതിന് കുറെ പണിയുണ്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ആ സ്ഥാനത്തിൽ അല്ലാഹു തആല നിർത്തി. സ്ഥാനത്തില് അംബിയ മുർസലീങ്ങളും മുമ്പ് കഴിഞ്ഞു പോയ അഗവാസികളും അല്ലാത്തവരൊക്കെ തർബിയത്ത് ചെയ്യാനുള്ള, തദ്ബീർ ചെയ്യാനുള്ള സ്ഥാനം. ആ സ്ഥാനം വലിയ, അതിന്റെ അപ്പുറത്ത് സ്ഥാനമില്ലായിരുന്നല്ല. അത് മടവൂർ തങ്ങൾ ആ സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സ്ഥാനം ഒരു സംഭവമായി തോന്നണ്ട, അതിന്റെ അപ്പുറത്ത് സ്ഥാനമില്ലാതെ തോന്നണ്ട. ചിലർ വെച്ചിട്ടുണ്ട് ഖുതുബുൽ ആലം, മടവൂർ തങ്ങൾ ഖുതുബുൽ ആലം. പിന്നെ ഖുതുബുൽ ആലം അത് വിരമിച്ച് ആ സ്ഥാനം ഒഴിവാക്കി മടവൂർ പോയി ഒഴിവാക്കി. എടോ, അതിനേക്കാൾ വലിയ സ്ഥാനം മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയാത്ത സ്ഥാനം. അവിടെ എത്തുമ്പോഴാണ് എന്നെ ഒരുത്തരും അറിയരുതെന്നോവർ എന്ന് പറയുന്നത്. എന്നെ ഒരുത്തരും കൂട്ടി പറയണ്ടെന്ന് വരല്ല. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടി പറയാൻ പറ്റും? എന്നെ ഒരുത്തരും അറിയരുതെന്നോവർ എന്ന് പറയല. എപ്പോഴാ അനിർവചനീയമായ മഖാമിലേക്ക്, അവർണ്ണനീയമായ മഖാമിലേക്ക്, ഗൗസിയത്താണ് മഖാമിന്റെ മേലുള്ള മഖാമിലേക്ക് കയറും. ചിലോലെ അല്ലാഹു തആല ക്യാൻസൽ ചെയ്യാറുമുണ്ട്. അതും പറഞ്ഞുതരാം. ആ ക്യാൻസൽ ചെയ്യാന്ന് നിസ്സാരാക്കിയിട്ടല്ല. ചില ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ചിട്ട് അള്ളാഹുവിന്റെ തജല്ലി പ്രാദുർഭാവം കൂടുതൽ അനുഭവിക്കുന്ന സ്ഥാനാണ് ഗൗസ് എന്ന് പറയുന്ന സ്ഥാനം. അപ്പൊ ചിലർക്ക് അള്ളാഹുവിന്റെ പ്രാദുർഭാവം താങ്ങാൻ കഴിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അള്ളാഹുടെ പ്രാദുർഭാവം താങ്ങുകയും വേണം, സൃഷ്ടികളൊക്കെ നോക്കും വേണം. ഈ രണ്ടവസ്ഥയും കൂടെ കൊണ്ടെടുക്കാൻ ചിലർക്ക് കഴിയൂല, പ്രയാസം വരും. അപ്പോൾ അല്ലാഹു തആല ആ സ്ഥാനം വേറെ കൊടുക്കുക. എല്ലാവർക്കും ഈ സ്ഥാനം കിട്ടുക. ആ റബ്ബുൽ ആലമീന്റെ ഖുലുഖ് പ്രകടമാകുന്ന ഗൗസിയത്ത് പറഞ്ഞ സ്ഥാനം അത് വേറെ കൊടുക്കുക. അത് വേറെ കൊടുക്കും. അള്ളാഹ് ക്യാൻസൽ ചെയ്യലാണ്. ചില ഔലിയാക്കന്മാർ അവരൊഴിവാക്കും. എന്തായാലും അതൊരു മോശമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ആദ്യം അല്ലാഹു തആല നിങ്ങൾ ഗൗസുൽ ആലമാവുക എന്ന് റിഫായി ശൈഖിനോട് പറഞ്ഞു. റാഫി ഇമാം പറയാണ് കിതാബില്. അപ്പോ റിഫായി ശൈഖ് എന്നെ ഏൽപ്പിച്ചല്ലോ ഒരു പണി, എനിക്കിപ്പോ അത് താങ്ങാൻ കഴിയൂല, ഞാൻ അതിപ്പോ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് തവസ്സുലാക്കി റിഫായി ശൈഖ്. അള്ളാഹു ഏൽപ്പിച്ചൊരു പണി ഞാൻ ആവൂല ഒറ്റടിക്ക് പറയൽ അദബ് കേടുവാണ്. അഫ്വൻ അഫ്വൻ എന്ന് പറഞ്ഞു നോക്കി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞു. അള്ളാഹു പിൻവലിച്ചില്ല. അതില് റസൂലുള്ളാഹിനോട് തവസ്സുലാക്കി, എനിക്ക് ആ സ്ഥാനം ഒഴിവാക്കി തരണം,
ചിലവര് പ്രസിഡന്റ് ആക്കുമ്പോ പറയാലോ, സെക്രട്ടറി ആക്കുമ്പോ ഇന്ന് സെക്രട്ടറി ആക്കല്ലേ എന്ന് പറയാലോ അല്ലേ. ചിലവര് ഇന്ന് വലിയ സെക്രട്ടറി ആക്കണം കേട്ടോ എന്നും പറയുന്നുള്ളൂ. ഓനെ അള്ളാഹു സഹായിക്കൂല എന്നാ പറയുന്നത്. കമ്മിറ്റി യോഗം ഉണ്ട്, ജനറൽ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞാല് ഇഞ്ച് സെക്രട്ടറി ആക്കണേ, എനിക്ക് 1 ലക്ഷം എന്റെ കട ഞാൻ വീട്ടിൽ തരാം, 1 ലക്ഷം തരാം. അഭിപ്രായം ആദ്യം പറയണം. അങ്ങനെ ഒപ്പിച്ചേക്കണോലും ഉണ്ട്. ഓൻ അള്ളാഹു സഹായിക്കൂല അല്ലേ. അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു, എനിക്കിത് കഴിയൂല ഈ സ്ഥാനം. അങ്ങനെ അക്കിതാബില് സവാദുൽ ഐനൈനിൽ പറയുന്നുണ്ട് ആ സ്ഥാനം പിന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു, അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കൊടുത്തു, ഗൗസിയത്ത് എന്നുള്ള സ്ഥാനം ജീലാനിക്ക് കൊടുത്തു. അത് മുഷ്കില, അത് പറഞ്ഞുകൂടാ. അതുകൊണ്ട് ആ സംഭവത്തിൽ റിപ്പോർട്ടിൽ എന്തോ പിശകുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ജീലാനി എന്നാകില്ല, അവിടെ വേറെന്തോ ആയിരിക്കും. കിതാബിൽ അങ്ങനെ കാണുന്നു. കാരണം ഗൗസുൽ ജീലാനി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 51 വയസ്സിൽ ക്ലാസ് തുടങ്ങി, ദർസ് തുടങ്ങി. കാട്ടിലൂടെയുള്ള സഞ്ചാരവും മരുഭൂമിയിലൂടെ പോക്കൊക്കെ നിർത്തിവെച്ച് ജനങ്ങളിലേക്ക് ജനകീയനായി വന്ന് ക്ലാസ് എടുത്ത് ജനങ്ങളെ ഉപദേശിച്ച് 51 വയസ്സിൽ ഉപദേശിച്ച് ഏകദേശം ഒരു 52-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 51-ാമത്തെ വയസ്സിൽ തന്നെ അവരെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായതാണ്, അവര് ഗൗസുൽ എന്നുള്ള സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. അന്ന് റിഫായി ശൈഖിന് 10 വയസ്സേ ഉള്ളൂ. പിന്നെ എങ്ങനെ റിഫായി ശൈഖിന് ഗൗസാക്കുമ്പോൾ അത് റിഫായി ശൈഖ് ഏറ്റെടുക്കാത്തതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന് കൊടുക്കാന്ന് പറയാം? റിഫായി ശൈഖ് 10 വയസ്സുള്ളൂ. 10 വയസ്സായാലൊന്നും ഗൗസാക്കാൻ പറ്റൂല. നമ്മൾ കളിയാത്. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി കുന്തു കുതുബൻ ഫീ നുത്ഫത്തിൽ ആബായി അല്ലേ, കുന്തു കുതുബൻ ഫീ നുത്ഫത്തിൽ ആബായി മാലിനി പറഞ്ഞല്ലോ. എന്ത് ബാവാമുതുകിന്ന് കുതുബായി വന്നോവർ ഈലും കേളി 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 മികച്ചോവർ. എന്താ എന്റെ മാന? ബാവാമുതുകിന്ന് കുതുബായി വന്നോവർ. മൊയ്‌ദീൻ മാലിനൊരു വരി കേട്ടതാണ് അവന്. എന്നിട്ട് പറയാ മുഹീദ്ദീൻ ശൈഖ് ബാവന്റെ മുതുകുന്ന് ഉപ്പായുടെ മുതുകുന്ന് കുത്തുപോയിക്കണേ. കുത്തുബ് കാണാൻ എന്താ മനസ്സിലായില്ല, ഉപ്പന്റെ മുതുകും മനസ്സിലായില്ല തോന്നുന്നു. ജനിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കുട്ടി കുത്തുപോയിട്ടില്ല, ഒരൊറ്റ വലിയ ലോകത്ത് കുത്തുപോയിട്ടില്ല. ഉണ്ടെങ്കിൽ അതിന്റെ രേഖ കൊണ്ടുപോകാം. ഒരാള് മാത്രം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബി മാത്രമാണ്. ആദം നബി വരെ ഈസാ നബി വരെ ജനിക്കുന്നതിന് മുമ്പ് കുത്തുപോയിട്ട്. മുത്തനബി മാത്രം ജനിക്കുന്നതിന് മുമ്പ് കുത്തുബായത്, ജനിക്കുന്നതിന് മുമ്പ് റസൂലായത്, ജനിക്കുന്നതിന് മുമ്പ് നബിയായത്. പിന്നെ ആ സ്ഥാനം ആർക്കും കിട്ടിയിട്ടില്ല. മുഹീദ്ദീൻ ശൈഖിനും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയില്ല, കിട്ടൂല ആ സ്ഥാനം. ജനിക്കുന്നതിന്റെ മുമ്പ് എന്താണ് എന്റെ സംഭവം തിരിയണ്ടേ? ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കണം. അത് മുത്തനബിക്കുള്ള മാത്രമുള്ള സ്ഥാനമാണ്. മുഹീദ്ദീൻ ശൈഖ് ഞാൻ പിതാക്കന്മാരുടെ മുതുകിലായിരുന്നപ്പോ ഞാൻ കുത്തുബായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതിന് പല അർത്ഥമുണ്ട്. നല്ലൊരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം. 2 നൂറ്റാണ്ട് മുമ്പ് പിതാക്കന്മാരുടെ മുതുകിലൂടെ കൈമാറി വരുന്ന സമയത്ത്, മാറി മാറി വരുന്ന സമയത്ത് 2 നൂറ്റാണ്ട് മുമ്പ് തന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഖുതുബുൽ അഖ്താബാണ്, ഗൗസുൽ ആലമാണ് എന്നുള്ള വിളംബരം ഔലിയായി ലോകത്തോട് നടത്തിയിട്ടുണ്ട്. പിന്നെ ഖുതുബായി ഔലിയാക്കന്മാരെ മുതുകലേ നായിട്ടുള്ളൂ. 2 നൂറ്റാണ്ടിലുള്ള ഔലിയാക്കന്മാർ, ജനിക്കുന്നതിന് 2 നൂറ്റാണ്ടിലുള്ള. അന്നേ പറച്ചിലുണ്ട്, ബഗ്ദാദിലെ അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള ഒരു മഹാന് വരും. അദ്ദേഹം ഖദമി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ എന്ന് പറയും. അത് സത്യത്തോടു കൂടെയാണ് വാദിക്കുക. അത് ഖുതുബ് ഗൗസുൽ ആലമിനേക്കാൾ വലിയ സ്ഥാനമാണ് എല്ലാ വലിയിന്റെ മീതെ.